നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒട്ടുമിക്ക ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുക എന്നുള്ളത്. മുടി കൊഴിച്ചിൽ എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാവാത്ത മുടി കൊഴിച്ചിലുണ്ടാവും. ചില ആളുകളൊക്കെ പലതരത്തിലുള്ള ഓയിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണെങ്കിലും മെഡിക്കേറ്റഡ് ഓയിലാണെങ്കിലും ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, സീറംസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് നോക്കുന്നുണ്ടാവും, PRP പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടാവും. എന്നിട്ടൊന്നും മുടി കൊഴിച്ചിൽ മാറാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആദ്യം തന്നെ എന്തൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ നിന്ന് വരുന്നത് കണ്ടെത്തുവാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് അറിഞ്ഞാൽ മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ഒരു സീറം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയല്ല വേണ്ടത്. എനിക്ക് എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നത് എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. പല ആളുകളിലും ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായേക്കാം, പാരമ്പര്യമായിട്ട് വരുന്ന കണ്ടീഷൻസ് ഉണ്ടായേക്കാം. ഇപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അച്ഛന് അല്ലെങ്കിൽ അമ്മയുടെ ഫാമിലിയിൽ കഷണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കഷണ്ടി ഉണ്ടാവാനുള്ള ചാൻസ് പുരുഷന്മാരിൽ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ ഉണ്ടാവാം. അതല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം എന്തൊരു ട്രീറ്റ്മെൻറ്റും എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കുക എന്നുള്ള CBC എടുക്കുക. അതെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് നോർമൽ ആണോ എന്ന് അറിയാൻ പറ്റും. അനീമിയ, വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിൽ ഹീമോഗ്ലോബിൻ നോർമൽ അല്ല എങ്കിൽ നമുക്ക് ഹെയർ ലോസ് ഉണ്ടായേക്കാം. അപ്പോൾ ഹീമോഗ്ലോബിൻ നോർമൽ അല്ലെങ്കിൽ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഹീമോഗ്ലോബിൻ നോർമൽ ആവാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വേണ്ടത്. പിന്നെ നിങ്ങൾ അത് നോർമലാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾക്ക് അതിന് വേണ്ടി ചെയ്യേണ്ടി വരില്ല. ഒരു സീറംസോ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഉള്ളിലേക്കുള്ള പ്രശ്നമാണ്, നമ്മുടെ ബ്ലഡിലുള്ള കുറവുകളാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. മറ്റൊന്നെന്ന് പറയുന്നത് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ D എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മുടെ എല്ലിൻ്റെ ഹെൽത്ത് ആണെങ്കിലും സ്കിന്നിൻ്റെ ഹെൽത്ത് ആണെങ്കിലും മുടിയുടെ ഹെൽത്തൊക്കെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് പങ്ക് വഹിക്കുന്നതാണ്. പല ആളുകളിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതലാണെങ്കിൽ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളിൽ ഉണ്ടാവാം. പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ ഉള്ളവർ, ഗർഭിണികളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടായേക്കാം. അതും ഈ ഒരു കാരണം കൊണ്ടായേക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ്റെ കുറവായേക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവായേക്കാം. അപ്പോൾ അങ്ങനെയുള്ളെങ്കിൽ വൈറ്റമിൻ D ആണ് ചെക്ക് ചെയ്യേണ്ടത്. വൈറ്റമിൻ D ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ D സപ്ലിമെൻറ്റുകൾ എടുക്കുക. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് 20-ന് താഴെയാണെങ്കിൽ നിങ്ങൾ 8 ആഴ്ചക്കാലൊക്കെ മെഡിസിൻ എടുക്കേണ്ട നിർബന്ധമാണ്. സപ്ലിമെൻറ്റ്സ് എടുക്കുക, അതിൻ്റെ കൂടെ നമുക്ക് നല്ല ഫാറ്റി ഫുഡുകൾ കഴിക്കുക, ഇറച്ചി മീനൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺ TFT ചെയ്യുക. തൈറോയിഡ് ഫങ്ഷൻസ് നോർമലാണോ എന്നുള്ളത് നോക്കുക. അതിൽ T3, T4, TSH എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ചെയ്താൽ മതി. അതിലെന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ മേലേക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ TFT നോർമൽ ആണെങ്കിൽ നമ്മൾക്ക് പ്രശ്നമല്ല. TFTയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസ് ആവട്ടെ ഹൈപ്പോ തൈറോയിഡിസ് ആവട്ടെ, നിങ്ങൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ അതിനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നതാണ് നമ്മുടെ ഹോർമോൺ ലെവൽ. PCOD പോലെയുള്ള കണ്ടീഷൻസ് അല്ലെ, ഹോർമോൺ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈസ്ട്രജൻ, LH, FSH തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PCOD ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു USG സ്കാനിങ് ആണ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട. ഒരു PCOD എന്ന് പറയുന്ന അസുഖത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഹെയർ ഫോളിനല്ല. അപ്പോൾ ആ PCOD കൺട്രോൾ ആയാൽ നിങ്ങളുടെ ഹെയർ ഫോൾ നോർമലായിട്ട് വരും. മറ്റൊന്നാണ് അയൺ പാനൽ. അയൺ പാനൽ എന്ന സിറം, ഫെറിറ്റിനും അയണും ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അയണിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ സീറത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സീറം ഫെറിറ്റിൻ്റെയും സീറം അയണിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റേഷൻ മാത്രം എടുത്താൽ മതി, വേറെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നോർമലാക്കാതെ നിങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അടുത്ത ചെക്ക് ചെയ്യേണ്ടതാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടായേക്കാം. അതുപോലെ തന്നെ പിന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് സിങ്ക്. സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഹെയർ ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ ഉള്ള മുടിയുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. മറ്റൊന്ന് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക. മറ്റൊന്ന് പറയുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ DHTയുടെ അളവ് ശരീരത്തിൽ ബാലൻസ് അല്ല എങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടായേക്കാം. അത് പലപ്പോഴും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പുരുഷന്മാരിലാണെങ്കിൽ നോർമലി ഇത് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം. അതേപോലെ മറ്റൊന്നാണ് വൈറ്റമിൻ B12 വൈറ്റമിൻ B6. ഇത് രണ്ടും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ് കാണാറുണ്ട്. പല ആളുകളും
ബയോട്ടിൻ സപ്ലിമെൻറ്റുകൾ എടുക്കാറൊക്കെ ഉണ്ട്. അപ്പം ബയോട്ടിൻ സപ്ലിമെൻറ്റ് മാത്രം എടുത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മുടികൊഴിച്ചിൽ കുറയത്തില്ല. വൈറ്റമിൻ ബിയിൽ ഏതൊക്കെയാണ് കുറവുള്ളതെന്ന് നോക്കിയിട്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സിൽ കുറവുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് ആണ് എടുക്കേണ്ടത്. അതേപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് വൈറ്റമിൻ ഡി ആവട്ടെ, ബി കോംപ്ലക്സുകളാവട്ടെ, സിങ്ക് ആവട്ടെ, അയൺ ആവട്ടെ, ഇതിലേതാണ് നിങ്ങൾക്ക് കുറവുള്ളതെന്ന് നോക്കിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളെ മുടികൊഴിച്ചിൽ കുറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ളത് ഒരിക്കലും നിങ്ങൾ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും എത്ര കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ട് മാറില്ല. പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. എന്താണ് നമ്മുടെ ശരീരത്തിൽ കുറവുള്ളത് നോക്കിയിട്ട് ആ ഒരു സപ്ലിമെൻറ്റേഷൻ നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ആ അസുഖങ്ങളെ മാനേജ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കൂടെ കൊണ്ടുപോകാണ് വേണ്ടത്. പല ആളുകളും കുറേ ട്രീറ്റ്മെൻറ്റ് എടുക്കും, ചില സപ്ലിമെൻറ്റേഷൻസ് എടുക്കും, പക്ഷേ ഭക്ഷണത്തിൽ കഴിക്കുന്നത് നോർമൽ ആയിരിക്കില്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഭക്ഷണത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ ആ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മുടികൊഴിച്ചിൽ ഉണ്ടായേക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഭക്ഷണ രീതി പ്രോപ്പറാക്കാൻ നോക്കുക. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇത് ഈ പറഞ്ഞിരിക്കുന്ന തൈറോയിഡ്, PCOS പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്താണ് ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം ബേസിക് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കും. എന്നിട്ട് നമ്മൾക്ക് ഹെയർ ലോസ് എങ്ങനെയാണ് കുറയുന്നുണ്ടോ നോക്കുക. അതല്ല എന്തെങ്കിലും ഹോർമോണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള GFC, PRP തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈവൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലും കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ന്യൂട്രീഷൻസ് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ഹെയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.